തിരുവുത്സവം രണ്ടാം ദിവസം 1190 ആണ്ട് കുംഭം 12 ചൊവ്വാഴ്ച ഫെബ്രുവരി 24 ഭരണി നക്ഷത്രം. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 9 ഉത്സവബലി. ദർശന പ്രാധാന്യമുള്ള ഉത്സവബലിയെക്കുറിച്ച് ക്ഷേത്രം മേൽശാന്തി ശ്രീ സന്തോഷ് ജി നമ്പൂതിരി. ഈ ശ്രീഭൂതബലി തന്നെ കുറച്ചും കൂടെ വിസ്തരിച്ച്, അതായത് ഈ പാർഷദന്മാരുടെയും ഭൂതഗണങ്ങളുടെയും മന്ത്രങ്ങൾ ഉപയോഗിച്ച് അവർക്ക് വിസ്തരിച്ച് പൂജയായിട്ട് ചെയ്യുന്ന ഒരു ബലിതർപ്പണമാണ് ഉത്സവബലി എന്ന് പറയുന്നത്. ഇത് ദേവൻ എഴുന്നള്ളി ദേവൻ്റെ സാന്നിധ്യത്തിൽ ഈ ഭൂതഗണങ്ങൾക്ക് പൂജയോടുകൂടി നിവേദ്യങ്ങൾ സമർപ്പിക്കുന്ന അതാണ് ഉത്സവബലി. ഈ സമയം ഇത് ചെയ്തു കഴിയുമ്പോൾ എല്ലാ ഭൂതഗണങ്ങളും അല്ലെങ്കിൽ പാർഷദന്മാരും സന്തോഷവാന്മാരാകുമ്പോൾ ദേവനും അത്രയും പ്രസന്നവനാവും. ആ സമയത്തുള്ള ദർശനം വളരെ പ്രാധാന്യമുള്ളതാണ്. ഭഗവാൻ വളരെ സന്തോഷവാനായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. 10:30 ഉത്സവബലി ദർശനം. ഈ സമയത്ത് ഭക്തജനങ്ങൾക്ക് പറനിറയ്ക്കുന്നതിന് സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് പ്രസാദ ഊട്ട് വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് എൻ.എ. കണ്ണൻ, സൺറൈസ് ട്രേഡേഴ്സ്, SS സഭ ബിൽഡിംഗ്, മട്ടമ്മൽ. തിരുവുത്സവത്തിന്റെ രണ്ടാം ദിവസം വൈകിട്ട് 7 ദീപാരാധന. 7:30 വയലാർ ഗാനസന്ധ്യ. അവതരണം കൊച്ചിൻ മൻസൂർ. രാത്രി 10 വലിയ ഗുരുതിയുടെ പ്രാധാന്യം, ഫലപ്രാപ്തി എന്നീ കാര്യങ്ങൾ ക്ഷേത്രം മേൽശാന്തി ശ്രീ സന്തോഷ് ജി നമ്പൂതിരിയിൽ നിന്നും കേൾക്കാം. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വലിയ ഗുരുതിക്ക് വന്നിട്ടുള്ള പ്രാധാന്യം, ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അധിപതി വൈഷ്ണവമായിട്ടും ശക്തവുമായിട്ടുള്ള ദേവിമാര് ആണ്. പണ്ട് കാലത്ത് ഈ വേല് വെച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിച്ചിരുന്നതാണ് ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥർ. അപ്പോൾ അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം വരികയും പ്രധാന ദേവനായി സുബ്രഹ്മണ്യ സ്വാമി വരികയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദേവിമാരുടെ ചൈതന്യത്തെക്കുറിച്ചും ഇതിൻ്റെ ആദിത്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഭദ്രകാളി ദേവിക്ക് ദേവിമാരുടെ പ്രീതി ഉണ്ടാവാനായിട്ട് ഭദ്രകാളി ദേവിക്ക് വലിയ ഗുരുതിയും മറ്റ് വൈഷ്ണവായിട്ടുള്ള ദുർഗാദേവിക്ക് കാലപ്പൊലി അതുപോലെയുള്ള ആചാരങ്ങളൊക്കെ ഭക്തജനങ്ങളിവിടെ നടത്തുന്നത്. വലിയ ഗുരുതി വഴിപാടായി സമർപ്പിക്കുന്നത് കോന്തുരുത്തി പുത്തൻ വീട്ടിൽ ഗോകുലൻ മകൾ സ്മിത പ്രസാദ്.